ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനല്ലേ. ഹായ് ഡിയർ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വെളിച്ചെണ്ണ ചേർത്തുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ തേക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഓയിൽ സ്കിന്നുകാർ ഈ വെളിച്ചെണ്ണയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി. ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കിയാലോ. അതാ ഞാനിവിടെ ഫേസ് പാക്കൊക്കെ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു 1.5 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കറിയിലേക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയുടെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഞാനിതിലങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ പാക്ക് ഒരുപാട് അങ്ങ് ഡ്രൈ ആവത്തില്ല. മുഖം കാണാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു പാക്കൊക്കെ തേച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. വെളിച്ചെണ്ണ ഒരു സ്പൂൺ അളവിൽ മതിയേ. ഇനി ഇതിലോട്ട് നമുക്ക് പാല് കുറേശ്ശെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാൽ ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഒരുപാട് പാക്ക് അങ്ങ് വെള്ളം പോലെ ആവും കേട്ടോ. കുറച്ചും കൂടെ പാല് ഒഴിച്ചെടുക്കുകയാണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതാ ഏകദേശം ഇതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുഖത്തും കഴുത്തിലും കൈകളിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പാക്ക്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന്. നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഒരു കട്ടിലങ്ങ് തേച്ച് കൊടുക്കാവേ. ഇപ്പോൾ മുഖത്തിപ്പം എന്തെങ്കിലും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. പിന്നെ കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ പറ്റിയ നല്ലൊരു പാക്കാണ്. ഇത് ഞാനിതാ മുഖത്തിൻ്റെ ഈ സൈഡിൽ തേക്ക് നോക്കി ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. നല്ല ജലദോഷമൊക്കെയാണ്, എന്നാലും നമ്മൾ മുഖത്ത് തേക്കുന്ന പാക്കുകളൊന്നും ഒഴിവാക്കില്ലേ. അധികം തണുപ്പ് ഇല്ലാത്ത പാക്കുകളാണ് ഞാൻ കൂടുതലും തേക്കുന്നത് കേട്ടോ. കാരണം തലവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടാണ്. പാലെടുക്കുന്നതിന് കുഴപ്പമില്ല. തൈര് അത്യാവശ്യം നല്ല തണുപ്പാണല്ലോ, അതാണ് ഞാൻ തൈര് ഒഴിവാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരം തൈര് എടുത്താലും നല്ല മാറ്റം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പാവിന് പകരം കടലമാവ് വേണമെങ്കിൽ അതും എടുക്കാം, അതും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് തേക്കുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാവേ. ഞാനിപ്പം ഒരു സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണല്ലോ എടുത്തേക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ഓയിൽ സ്കിന്നാണ്. എന്നാലും ചെറിയൊരു എണ്ണമായി ഉണ്ടെങ്കിൽ ഞാനത് കടലമാവ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയും കേട്ടോ. നിങ്ങൾ ശരിക്കും ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുക്കണ്ട ഈ ഓയിൽ സ്കിന്നാരുണ്ടെങ്കിൽ. കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഴുത്തിലും കൂടെ ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. കാലിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവേ. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് ഇത്തിരി കൂടി എടുക്കുക കേട്ടോ. ഒരു സ്പൂണ് 1.25 സ്പൂണ് ആ രീതിയിലൊക്കെ എടുക്കാവേ. കാരണം നമ്മുടെ കാല് എപ്പോഴും ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ആ ഡ്രൈനെസ്സൊക്കെ മാറാനും നല്ല ഒരു ഫെയർ കിട്ടാനൊക്കെ നല്ലൊരു പാക്കാട്ടോ ഇത്. എളുപ്പമാണല്ലോ തയ്യാറാക്കാൻ. വലിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പമാണല്ലോ തയ്യാറാക്കാനും എളുപ്പമാണല്ലോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചല്ലോ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാക്ക് എൻ്റെ കയ്യിലും കൂടെ കുളിക്കാൻ നേരത്തെ തേച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം പെട്ടെന്ന് ഡ്രൈ ആവട്ടെ. അന്നേരം നമുക്ക് കഴുകിക്കളയാം. ഇനി കഴുകി കളഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖം ഇരിക്കുന്നത് കണ്ടോ, നല്ല മാറ്റം അറിയാൻ കഴിയുന്നില്ലേ. ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
നമുക്ക് തോർത്തും കൊണ്ടൊന്ന് മുഖം ഒന്ന് തുടച്ച് മാറ്റാതെ. കഴുത്താണെങ്കിലും അത്യാവശ്യം നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കട്ടെ. കണ്ടോ, 1 സ്പൂൺ വെളിച്ചെണ്ണ മതി നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനല്ലേ. സാധാരണ നമ്മൾ എന്താ പറയുക, ഗോതമ്പ് പൊടി എടുക്കുന്നു, പാലെടുക്കുന്നു, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ മുഖത്ത് തേയ്ക്കാം, വെളിച്ചെണ്ണ ഇല്ലാണ്ട് തേയ്ക്കാം. പക്ഷേ അങ്ങനെ തേയ്ക്കുമ്പോൾ മുഖം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പം അങ്ങനെ ഡ്രൈനെസ് വരുത്തും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഓയിൽ സ്കിന്നാണ്, അപ്പോൾ ഒരുപാട് അങ്ങ് ഓയിലായിട്ടൊന്നും തോന്നത്തുമില്ല. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓയിലായിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെ പേടിയുള്ളവരാണെങ്കിൽ 1 സ്പൂൺ അളവിലുള്ള ഓയിൽ മാറ്റി ഒരു 1/2 സ്പൂണോ 3/4 സ്പൂണോ അളവിലെടുക്കുക കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും, മുഖം നല്ല ബ്രൈറ്റ് ആവും. അതിനൊപ്പം തന്നെ മുഖം നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവേ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.